നിങ്ങളുടെ പേഴ്സൺ എത്രമാത്രം ആഴത്തിലാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്? അവർക്ക് നിങ്ങളോട് എന്തൊക്കെ മെസ്സേജുകളാണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത് എന്നുള്ളൊരു ടോപ്പിക്കാണ്. കൂടുതൽ പേരും ഈ ഒരു സിറ്റുവേഷനിൽ നോ കോണ്ടാക്റ്റ് ആണ് എന്ന് കാണുന്നുണ്ട്. പക്ഷെ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവരുടെ ലൈഫിൽ ഈ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതായത് എഗെയിൻ ഒന്നുകൂടി നല്ല രീതിയിൽ ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം എന്നവർ വളരെ ആഴത്തിൽ ആഗ്രഹിക്കുന്നു. അത് ഒരു സെലിബ്രേറ്റീവ് മൊമെന്റിലൂടെ അത് ലൈഫിൽ എത്തിച്ചേരണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി അവർ നിങ്ങളുടെ നോ കോണ്ടാക്റ്റിലായിരുന്ന സമയത്ത് അവർക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അത് അവർക്ക് ഒരു സ്റ്റെബിലിറ്റി അവരുടെ ലൈഫിൽ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നേടിയെടുക്കണം എന്നുള്ളത് അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രോബ്ലം തന്നെയായിരുന്നു. മേ ബി ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ പോലെ കാണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ ഉണ്ടായി എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ദാറ്റ് മീൻസ് അവർ ഈ പ്രോബ്ലം ഫേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുമായിട്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാതെ പോയി. നിങ്ങളുമായിട്ടുള്ള കോണ്ടാക്റ്റ് നഷ്ടപ്പെട്ടു. അവർക്ക് ഒരു കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് പറയാൻ പോലും കഴിയാത്തൊരു സാഹചര്യം അവർക്കുണ്ടായി. അതുകൊണ്ട് തന്നെ മറ്റ് സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കി അവരുടെ ലൈഫ് ഒന്ന് സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് അവർക്ക് നിങ്ങളെ നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ഒരുപാട് റിഗ്രറ്റ് ആണ് അവർക്കിപ്പോൾ ഉള്ളത്. അവർ കാരണമാണ് അവർക്ക് ഈ റിലേഷൻഷിപ്പ് തന്നെ നഷ്ടമായത്, നിങ്ങളെ നഷ്ടമായത് എന്നോർത്തവരിപ്പോൾ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. അവരുടെ ഹൃദയം ഒരുപാട് വേദനിക്കുന്നുണ്ട്. അവർക്കൊരു ലോസ് ഫീലിംഗ് ആണ് ഈ ഒരു സമയത്തുള്ളത്. ഓക്കെ. അവർക്ക് ഈ ഒരു സമയത്ത് അവർ ഫേസ് ചെയ്തിരുന്ന നിങ്ങളുടെ ഈ ഒരു സെപ്പറേഷൻ സമയത്ത് ഉണ്ടായിരുന്ന ആ പ്രോബ്ലം ഇപ്പോൾ ഏകദേശം അവർക്ക് അവരുടെ ലൈഫിൽ അവർ നേടിയെടുത്തിരിക്കുകയാണ്. ആ ഒരു അച്ചീവ്മെൻ്റ് അവർക്ക് ഉണ്ടായിരിക്കുകയാണ്. പക്ഷെ ആ ഒരു സമയത്ത് നിങ്ങൾ അവരോടൊപ്പം ഇല്ല എന്നുള്ളൊരു ഫീലിംഗ് ആണ് അവർക്കിപ്പോൾ ഉള്ളത്. ഓക്കെ. ആ ഒരു ലോസ് ഫീലിംഗ് ആണ് അവർക്കുള്ളത്. പക്ഷെ അവർക്ക് വളരെ ആഴത്തിലുള്ള ഒരു പ്രതീക്ഷ നിങ്ങളിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാവുന്നത്. ഓക്കെ. പക്ഷെ ഇനിയും അവർക്ക് നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളൊരു ഭയം അവർക്കിപ്പോഴും ഉണ്ട്. കാരണം എങ്ങനെയാണ് നിങ്ങളെ കൺവിൻസ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് നിങ്ങളെ സമാധാനിപ്പിക്കേണ്ടത്? എങ്ങനെയാണ് നിങ്ങളെ വീണ്ടും അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരേണ്ടത് എന്ന് അവർ ഒരുപാട് തിങ്ക് ചെയ്യുന്നു. കാരണം അവരുടെ ലൈഫിൽ ഇപ്പോൾ ഒരുപാട് ശൂന്യത എല്ലാം നേടിയെടുത്തിട്ടും അവരുടെ ലൈഫിൽ ഇപ്പോൾ ഒരുപാട് ശൂന്യത അവർക്ക് ഫീൽ ചെയ്യുന്ന ഒരു സമയമാണ്. നിങ്ങൾ അവരോടൊപ്പം ഇല്ല. അത്രമാത്രം ആഴത്തിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് ആണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ. മെമ്മറീസ് ഓഫ് ലവ്. ഡെഫിനറ്റ്ലി ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളുടെ മെമ്മറീസ് ആണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഷെയർ ചെയ്യാനുണ്ട്. നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടുള്ള സ്നേഹം അവർ ഓരോ നിമിഷവും ഓർക്കുന്നുണ്ട്. സ്നേഹ സമ്മാനങ്ങൾ നിങ്ങൾ ഒരുപാട് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കാം. അതെല്ലാം അവരിങ്ങനെ അവരുടെ കൈകളിലെടുത്ത് നിങ്ങളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നുണ്ട്. നിങ്ങളെ വീണ്ടും തിരികെ അവരുടെ ലൈഫിലേക്ക് കിട്ടിയിരുന്നു എങ്കിലെന്ന് അവർ ചിന്തിക്കുന്നുണ്ടാവാം. ഓക്കെ. അത്രമാത്രം ആഴത്തിലാണ് നിങ്ങൾ സ്നേഹിക്കുന്നത്. നിങ്ങളുടെ സോൾ കണക്ഷൻ ഇൻറ്റൻസിറ്റി അത്രമാത്രമാണ് എന്നിവിടെ വ്യക്തമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സമയത്ത് ഒരു ന്യൂ ബിഗിനിങ് അവർ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. ഇൻറ്റ്യൂഷണലി നിങ്ങൾക്ക് ഈ ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ അറിയുന്നുണ്ട്. മേ ബി പലർക്കും ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ പോലെ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എന്ത് ഫീൽ ചെയ്യുന്നു, ആ വ്യക്തി എന്ത് തിങ്ക് ചെയ്യുന്നു, അതെല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. ഡെഫിനിറ്റ്ലി ഇവിടെ ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം കാണുന്നുണ്ട്. പക്ഷേ അതിന്
ഒഴിവാക്കി തന്നെ അവർ നിങ്ങളുടെ കെയറിങ് കണക്ഷൻസിൽ വളരെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. മേ ബി അവരുടെ ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് കാരണമായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ പോയതും നിങ്ങൾക്കിടയിലൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടായതും എന്ന് കാണുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും നിങ്ങളെ വളരെ ആഴത്തിൽ ആ വ്യക്തി പ്രണയിക്കുന്നുണ്ട്. ഒരുപാട് കെയറിങ് കണക്ഷൻസ് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ടോക്ക് ടു വാല്യൂ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പോസിബിലിറ്റി ആണ് ലഭിക്കുന്നത്. നിങ്ങളുടെ പ്രണയത്തിലെ ആ വ്യക്തിയുടെ ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ഇപ്പോൾ മാറുന്നതായിട്ടും നിങ്ങൾക്ക് ഇടയിൽ ഈ ഒരു ന്യൂ ഡോർ ഓപ്പൺ ആവുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഏഞ്ചൽ സപ്പോർട്ട് ഈ ഒരു സമയത്ത് വളരെയധികം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറുവാനുള്ള ചാൻസസ് ഉണ്ട്. അതിനുവേണ്ടി ആ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മേ ബി നിങ്ങൾക്കിടയിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. നമ്പർ 31 ആൻഡ് 36 ഈസ് മോർ സിഗ്നിഫിക്കൻറ്റ് ഇൻ ദിസ് റിലേഷൻഷിപ്പ്. 31 എന്ന് പറയുന്നത് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 13 ആൻഡ് 31. ഓക്കെ, ഒരുപാട് പോസിറ്റിവിറ്റീസ് കിട്ടുന്ന ഈ റീഡിങ്ങിൽ വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ എനിക്ക് ഇൻറ്റ്യൂഷണലി തോന്നുന്നത്. ഒരു ന്യൂ ഡോർസ്, മേ ബി ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിരിക്കാം. ഓക്കെ, ഈ റിലേഷൻഷിപ്പിലെ ആ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറുന്നതുമായിരിക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇടയിൽ നിങ്ങളുടെ പ്രണയം തുറന്നു പറയേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. ആ വ്യക്തിയുടെ സ്നേഹം എന്തായാലും അവർ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ പോവാണ്. നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ആ ഒറ്റപ്പെടലിന് ഒരു അവസാനം ഉണ്ടാവാണ്. മേ ബി ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് പ്രതീക്ഷയെല്ലാം നശിച്ച് നിങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട രീതിയിൽ നിങ്ങൾ ഇങ്ങനെ ഒരു പ്രതീക്ഷയുമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടാവാം. പക്ഷെ ഈ ഒരു സമയത്ത് ആ വ്യക്തിയുടെ റിയൽ ലവ് ആ വ്യക്തി നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. ഓക്കെ, പേ അറ്റൻഷൻ ടു ദ സൈൻസ്. നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഒരുപാട് പോസിറ്റീവ് സൈൻസ് യൂണിവേഴ്സിൽ നിന്നും. മേ ബി വൈറ്റ് ഫെതേഴ്സ്, വൈറ്റ് ബട്ടർഫ്ലൈസ് എല്ലാം യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന പോസിറ്റീവ് സൈൻസ് ആണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പ് ബാക്ക് ടു നോർമൽ ആകാൻ വേണ്ടിയിട്ട്. ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്, അവർ ഒരുപാട് ഡിസിഷൻസ് എടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരു ഗുഡ് ന്യൂസ് എന്തായാലും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ.